എന്നോട് ഇക്കാര്യം പറഞ്ഞത് ഡാഡി തന്നെയാ. ഇത്രയും വലിയൊരു കള്ളം ഡാഡി എന്നോട് ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ഇവിടെ റിയൽ ആയി നടന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ഫാൻസിൽ ഒരാൾ മാത്രമാണ് കീർത്തി. പക്ഷെ വെറും ഒരു ഫാൻ ഗേളിനെ കല്യാണം കഴിച്ച് ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറാവോ? ഒരിക്കലും ഇല്ല ചൈത്ര. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നിട്ടും അങ്കിൾ എന്നോട് ഈ ചതി ചെയ്തു. ഇഷ്ടമില്ലാത്ത കല്യാണം എന്റെ തലയിൽ കെട്ടിവെച്ചു. വേറെ എന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ച അങ്കിൾ ഇങ്ങനെ ചെയ്തത്. എന്നാലും സ്വന്തം ചോര ഇവിടെ പ്രതിഷ്ഠിക്കാനായി കീർത്തി ബേട്ടി ഗർഭവതിയാണെന്ന് പോലും അയ്യ കള്ളം പറഞ്ഞല്ലോ. അരേ ഭഗവാൻ! സ്വന്തം ചോരയാ? ഏത് സ്വന്തം ചോര? കീർത്തിയുടെ ബഹൻ ശില്പ ഭയ്യയുടെ അവിഹിത് സന്താൻ ഹേ. അവരുടെ അമ്മയും ഭയ്യയും തമ്മില് അനാശാസ്യം. മേരാ ബാത് വിശ്വസിക്കൂ ബേട്ടി, ഇത് സച്ച് ഹേ. അളിയനും പ്രേമതയും പഴയ ഫ്രണ്ട്സ് ആണെന്ന് കരുതി ആവശ്യമില്ലാത്ത കഥകൾ മെനഞ്ഞെടുക്കരുത്. അനാവശ്യകത നഹി ഹേ ബേട്ടി. ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. സബ് കുച്ച്. കീർത്തിയുടെ മാതാ പ്രിയംവദ ഭയ്യയ്ക്ക് പ്രിയാണ്. അവർക്ക് ഭയ്യ സത്യനും. പുരാനി സിനിമയില് പ്രേം നസീറും ഷീലയും പോലെയായിരുന്നു കോളേജില് സത്യനും പ്രിയയും. ആ പ്രിയയ്ക്ക് ഷാദിക്ക് മുമ്പുണ്ടായതാണ് ഈ ശില്പ. കൂടെയുള്ള ആ കിളവൻ കീർത്തിയുടെ മാത്രം പിതയാണ്. അപ്പോ ശില്പയുടെ പിത എവിടെ? കഹാ ഹേ വോ? ബോൾ ബേട്ടി ബോൾ. സംശയിക്കാനൊന്നുമില്ല. അവള് വെറും ശില്പയല്ല, ശില്പ SP. അതായത് ശില്പ സത്യപ്രതാപ്. പ്രായം കൊണ്ട് അവള് നിന്റെ ചേച്ചിയാവാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത്. സംശയം ഉണ്ടെങ്കിൽ കീർത്തിയുടെ പിതയായിട്ട് നമുക്ക് സംസാരിക്കാം. തേടിയ ലതതെ കാലി ചുറ്റി. ആയേ കീർത്തിക്ക് പിതാശ്രീ. ആയേനാ. അതെ അങ്ങളെ, അങ്ങളിങ്ങ് വന്നേ. ഇവിടെ എല്ലാവർക്കും ഒരു സംശയം. വാ. ഇരിക്കണം. ആമാരി സംസാർ കേട്ടില്ലേ? ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലേ? സച്ചേനാ? അതെ, എല്ലാം സത്യമാണ്. എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധത്തിലുണ്ടായതാ ശില്പ. അങ്ങനെയാണെങ്കിൽ തന്നെ ഡാഡിയുടെ മകള് ശില്പയല്ലേ? കീർത്തി എന്തിനിവിടെ പ്രതിഷ്ഠിക്കണം? എന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരമായിരിക്കും ശില്പ ഈ കല്യാണം നടത്തിയത്. ശില്പ ഒരു വിഷവിത്താണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഇപ്പൊ കീർത്തിയെ മിഥുൻ ബേട്ടയുടെ പത്നിയാക്കി ഇപ്പതേ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ഭാവിയില് സ്വന്തം ബേട്ടി ശില്പയെയും കൊണ്ടുവരും. ഈ പാവ അങ്കിളിനെ അടിച്ച് പുറത്താക്കി മിക്കവാറും എന്റെ അമ്മായിയമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരും. ഹാ പ്രിയംവദ ചൈത്ര ബേട്ടിയുടെയും ആര്യം ബേട്ടയുടെയും മാതാശ്രീയാവും.